بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الأرواح جنود مجندة ما تعارف ائتلف وما تناكر اختلف. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد. إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, മരണപ്പെട്ട ശേഷം കൊല്ലം കണക്കാക്കി അവരുടെ സിയാറത്തും ദുആയും സലാത്തും സംഘടിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്നാണ്. അതിന് ചില സ്ഥലത്ത് ഉറൂസ് എന്ന് പറയപ്പെടും, മറ്റ് ചില സ്ഥലത്ത് ആണ്ട് നടത്തുക എന്ന് പറയപ്പെടും, വേറെ ചില സ്ഥലത്ത് നേർച്ച നടത്തുക എന്ന് പറയപ്പെടും. കൂട്ടിയിട്ടും പറയും, ആണ്ട് നേർച്ച എന്നും പറയും. ഈ പേരിൽ എല്ലാം കാരണങ്ങൾ ഉണ്ട്. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നാണ് അർത്ഥം. മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യൽ എല്ലായ്പ്പോഴും സുന്നത്ത് തന്നെയാണ്.
എന്നാൽ കൊല്ലത്തിലൊരിക്കൽ ഒരു പ്രത്യേക സിയാറത്ത് നടത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വമഅഹു ബഅദു അസ്ഹാബിഹി യഅതി ഇൻദ ശുഹദാഇ ഉഹദിൻ അലാ റഅസി കുല്ലി സനത്തിൻ. ജാമിഉൽ കബീറിലും സഗീറിലും ഇമാം സുയൂത്തി തങ്ങൾ കൊണ്ടുവന്ന ഒരു ഹദീസാണ് ഇത്. ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഖബറിന്റെ അടുത്ത് സയ്യിദു ശുഹദാ ഹംദത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റും അടുത്ത് ഓരോ കൊല്ലവും പൂർത്തിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും സഹാബികളും കൂടി ചേർന്ന് വരുമായിരുന്നു. അപ്പൊ കൊല്ലത്തിലൊരിക്കൽ ഒരു പ്രത്യേക സിയാറത്ത് സുന്നത്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. പലപ്പോഴും സിയാറത്തിന് പോകാൻ നേർച്ചയാക്കുന്നവരുണ്ട്. സുന്നത്തായ സിയാറത്ത്, താജുൽ ഉലമയുടെ സിയാറത്ത് സുന്നത്താണ്. അത് ചെയ്യാൻ നേർച്ചയാക്കിയാൽ അത് ഉജൂബായി. അതുപോലെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ അതും ഉജൂബായി. അങ്ങനെ സിയാറത്ത് ചെയ്യാനും സിയാറത്തിന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനുമെല്ലാം നേർച്ചയാക്കുന്ന പതിവുകൾ ഉണ്ട്. അതുകൊണ്ട് നേർച്ച എന്നും പറയപ്പെടും. പിന്നീട് വളരെ പ്രധാനമായി നിങ്ങളും ഞാനും ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് മുസ്ലിമീങ്ങൾ നടത്തുമ്പോൾ പേരിന് മാത്രം മുസ്ലിമായ ചിലർ അതിന് രേഖയുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലൂദ് നടത്തിയിട്ടുണ്ടോ? സഹാബികൾ മൗലിദ് നടത്തിയിട്ടുണ്ടോ? താബിഈകളും അയിമ്മത്ത് മുജ്തഹിദീങ്ങളും നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യവുമായി ഈ വിവരദോഷികൾ രംഗത്ത് വരികയാണ്. ആ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ ഇവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു വാക്ക് മാത്രം ഞാൻ പറയട്ടെ. മൗലിദ് നടത്തുക എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും അവിടുത്തെ ചരിത്രങ്ങളും മദ്ഹുകളും പറയുകയും ചെയ്യുക, അതാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഉറൂസിൽ ഞാനിത് പറയുന്നത് ഇൻഷാ അല്ലാഹ് താജുൽ ഉലമയെ സംബന്ധിച്ച് ഞാൻ പറയും. എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട്, ഇനിയും ഞാനും പറയും. താജുൽ ഉലമയുടെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്ത് നിലനിർത്തലാണ്. പ്രത്യേകിച്ച് മീലാദ് നടത്താൻ ചെയ്യുന്നത് സുന്നികളുടെ ഒരു ലേബിളാണ്. ഞാനിപ്പോൾ അടുത്ത ദിവസം ഓസ്ട്രേലിയ, ഫിജി, ന്യൂസിലാൻഡ് 3 രാഷ്ട്രങ്ങളിൽ പോയി 10-ലധികം നബിദിന സമ്മേളനങ്ങളിൽ പങ്കെടുത്തു വന്നു. അവിടെ സുന്നിയാണോ അല്ലേ എന്ന ചോദ്യം ഇല്ല.
അവൻ മീലാദിയാണോ അല്ലേ എന്നാണ് ചോദ്യം. മീലാദിയാണെങ്കിൽ സുന്നിയാണ്, അല്ലെങ്കിൽ വിദഅത്തുകാരനാണ്. അതാണ് സത്യം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയാതെ ഇരിക്കും. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ചുരുങ്ങിയ സാരം, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിദഅത്തുകാരോടുള്ള സമീപനത്തെ സംബന്ധിച്ച് പറയുന്ന ബുക്ക് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു 40 കൊല്ലം വരെ മുഹമ്മദ് നബിയിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. കോത്താഹിയ എന്ന ഉറുദുവിൽ പറഞ്ഞത്, അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ അബദ്ധങ്ങളൊക്കെ 40 വയസ്സായ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു പിന്നെ കബി കബി അല്ലാഹു തആല अंबियाओं से गुनाह करवाते हैं ताकि वो अल्लाह न समझाए. അല്ലാഹ് അല്ലാഹ് കരുതാൻ വേണ്ടി ഈ നബിമാരും മുർസലീങ്ങളും അല്ലാഹു അല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു തആല കരുതിക്കൂട്ടി തന്നെ ചിലപ്പോൾ ചില തെറ്റുകൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഓ മുഅ്മിനീങ്ങളെ, സാധാരണക്കാരനായ ഒരാളോട്, ഒരു അറിവും സമ്പാദിക്കാത്ത ഒരാളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ദീനിന് ഇവിടെ നിലനിൽപ്പുണ്ടോ? വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നു അത് നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ എന്ത് തടഞ്ഞുവോ അത് നിങ്ങൾ വെടിയുകയും ചെയ്യണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോ കുറെ തെറ്റുകൾ അമ്പിയാക്കളെ കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും അല്ലാഹു തആല ചെയ്യിപ്പിച്ചാൽ പിന്നെ ആ നബിമാരെ അയച്ചതിൽ വല്ല അർത്ഥവും ഉണ്ടോ? അല്ലാഹു തആല തന്നെ തെറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ മുർസലീങ്ങളെ അയക്കുന്നത്? ഇതൊരു സാധാരണക്കാരനായ മനുഷ്യനോട് ചോദിച്ചാൽ പോലും, ഈമാനുള്ള ഏത് മനുഷ്യനോട് ചോദിച്ചാലും അറിയാവുന്ന വസ്തുതയല്ലേ അല്ലാഹുവിന്റെ റസൂൽ തെറ്റ് ചെയ്യാത്തവരാണ് എന്ന്. മാത്രമല്ല, ഒരു ചെറിയ കളവ് പോലും പറഞ്ഞിട്ടില്ലെന്നല്ല. ഹൽ തത്തഹിമൂനഹു ബിൽ കദിബി. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പുറത്തായിരുന്ന സമയത്ത് ഹിറഖിൽ എന്ന ചക്രവർത്തി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ പറ്റി ചോദ്യം ചെയ്തു. ആ ചോദ്യത്തിൽ ചോദിച്ചത് ഹൽ തത്തഹിമൂനഹു ബിൽ കദിബി, കഴിഞ്ഞ 40 കൊല്ലത്തിൽ കളവ് പറയുമോ എന്നല്ല ചോദിച്ചത്. കളവ് പറയൂല എന്നവർക്ക് ഉറപ്പാണ്. അതേ സമയത്ത് എന്താണ് ചോദ്യം? 40 കൊല്ലത്തിന്റെ ഇടയിൽ വല്ല വാക്കുകളും അത് കളവാകാൻ സാധ്യതയുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഒരു പക്ഷേ അത് കളവായിരിക്കാം എന്ന് സംശയിക്കുന്ന വല്ല വാക്കുകളും മുഹമ്മദ് നബി കഴിഞ്ഞ 40 കൊല്ലത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിന്റെ എതിരാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. മക്കറ്റ് ആയിട്ട് വരുമ്പോ എല്ലാരും പൈസ കൊടുക്കണം. പുറമെ ഇവിടെ
നമ്മൾ ഈ കാണുന്ന ഈ ഭൂമി, ഇരിക്കുന്ന ഭൂമി നമ്മൾ വാങ്ങിയതാണ്. മക്കാമിൻ്റെ പണികളും മറ്റെല്ലാം പണികളും നടക്കുന്നതിന് പുറമെ ഇവിടെ നമുക്ക് കെട്ടിടം ഉണ്ടാക്കണം. കെട്ടിടം 1-2 കെട്ടിടങ്ങൾ ആവശ്യമുണ്ട്. അതിലൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ചെയ്യണം. വാങ്ങിയതിൽ തന്നെ അല്പം കടവും ഉണ്ട്, അതിലൊക്കെ നിങ്ങൾ സഹായിക്കണം. താജുൽ ഉലമയുടെ ഒരു സൗധം ഇവിടെ പൊന്തി വരിക തന്നെ വേണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നവരാണ് ബിദ്അത്തുകാർ കേട്ടോ. 2 കൂട്ടരാണ് നമ്മുടെ നാട്ടിൽ കാര്യമായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് എന്ന് പറയുന്ന കൂട്ടരും. ഈ 2 കൂട്ടരും എങ്ങനെയാണ്? മുജാഹിദിൻ്റെ സൽസബീൽ 1-ാം പുസ്തകം 1-ാം ലക്കത്തിൻ്റെ 33-ാമത്തെ പേജിൽ പറഞ്ഞു, മുഹമ്മദ് നബി ഒരു ദിവസം 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് മുഹമ്മദ് നബിയും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നു, ഒരു ടവ്വല്, ഒരു ഉറുമാല് ഒരാളെടുത്തിട്ട് ഒരു ദിവസം 100 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ അത് ഒരു ചേറുമില്ലാതെയാണ് കഴിയുന്നതെങ്കിൽ അവൻ ഭ്രാന്തനല്ലേ? ഒരു ചേറുമില്ലാതെ ഇതെടുത്ത് കഴിയുന്ന പണിയാണ് 100 വട്ടം. എന്നാൽ അത് ഭ്രാന്തനായി പോവില്ല ഇവൻ. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം പറഞ്ഞാൽ ഭ്രാന്തനായി പോകും. അപ്പം അതുകൊണ്ട് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം എഴുതിയിട്ടുണ്ട്. വല്ലാഹി വല്ലാഹി അത് തനിച്ച തെറ്റാണ്. ഇസ്തിഗ്ഫാർ ചെയ്തത് നഫ്സിനെ താഴ്ത്തി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം കാണിക്കാൻ അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചത് കൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുന്നത്. തെറ്റ് ചെയ്തത് കൊണ്ടല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ആക്ഷേപിക്കുന്നവരും അവർ തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറയുന്നവരുമായ കക്ഷികൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്തു കൊടുത്തുകൂടാ എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ നെഞ്ഞോക്കോടുകൂടി നിന്ന മഹാനാണ് താജുൽ ഉലമ. താജുൽ ഉലമയെ പ്രായം ആയതിന് ശേഷം, ആഫിയത്ത് കുറഞ്ഞതിന് ശേഷം കണ്ടിട്ടുള്ള ചെറുപ്പക്കാർക്കത് മനസ്സിലാവില്ല, അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവും. എന്തൊരു അദബായിരുന്നു എന്നറിയോ? വലിയ അദബും ബഹുമാനവുമാണ്. ഒരിക്കൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം, ഞാൻ സമസ്തയിൽ സെക്രട്ടറി ആയതിൻ്റെ ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം നമുക്ക് സജീവമാക്കണമെന്ന് തീരുമാനിച്ചു.
എന്താ മക്കാമിലേക്ക് ഒരാൾ 5000 രൂപ വന്നിട്ടുണ്ട്. പൊസോട്ടുകാരല്ല. അപ്പൊ ഈമാന്റെ കട്ടി അവിടെ ഏത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും ഇവിടെ പഠിപ്പിക്കാൻ ഉത്തരവാദപ്പെടുത്തി അള്ളാഹു അയച്ചതാണ് താജുൽ ഉലമയെ. അതിന്റെ ഖാദിമീങ്ങളായി അയക്കപ്പെട്ടവരാണ് ഞങ്ങളും. നേരത്തെ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഒരു ഹദീസ് ഓതിക്കൊൽപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില ആളുകളെ അള്ളാഹു തആല പ്രത്യേകമായി പടക്കും എന്നർത്ഥം വരുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ അതിനുവേണ്ടി അള്ളാഹു തആല പടച്ച വ്യക്തിയാണ്. സാധുക്കളായ ഞങ്ങളെയും അതിന്റെ ഖാദിമീങ്ങളായി ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. ഈ ഉത്തരവാദിത്തമുള്ള ആലിമ് ഹക്ക് തുറന്നു പറഞ്ഞ് ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ജനങ്ങൾ വഴിപേച്ചു പോകില്ലേ? അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി ആലിമുൻ. ഖിയാമത്ത് നാളിൽ വളരെ ശക്തിയായ അദാബുള്ള ആളുകളെ കൂട്ടത്തിൽ ഒന്ന് ഒരു പണ്ഡിതനാണ്. ഏത് പണ്ഡിതൻ? ആ പണ്ഡിതരെ അവിടെ കൊണ്ടുവരും. നിനക്ക് ഞാൻ ഇൽമു തന്നു, നിനക്ക് ഞാൻ അറിവ് തന്നു, നീ പറയുന്നതൊക്കെ ജനങ്ങൾ സ്വീകരിക്കുന്നൊരവസ്ഥയും തന്നു, ജനങ്ങളിടയിൽ വലിയ പവറും സ്ഥാനവും ഒക്കെ നിനക്ക് തന്നു. എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറയും, അല്ലാഹുവേ, ഞാൻ അത് പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചു, അവിടെ പഠിപ്പിച്ചു, ഇവിടെ പഠിപ്പിച്ചു, ഒരുപാട് വഅദ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ ലോകമാന്യത്തിന് വേണ്ടിയാണ് ഇവൻ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടുന്നു, ഈ പറഞ്ഞതൊക്കെ ആളുകൾ എന്നെ സംബന്ധിച്ച് വലിയ പ്രാസംഗികനാണ്, വലിയ പണ്ഡിതനാണ്, മുദരിസാണെന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി ആയിരുന്നില്ലേ? അത് പറയപ്പെട്ട് കഴിഞ്ഞുപോയി. ആഖിറത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നീ അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? നീ സത്യത്തെ മറച്ചു വെച്ചു, ആളുകൾക്ക് വേണ്ടി ഒപ്പിച്ച് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അദ്ഖിലൂഹുന്നാർ, ഇവനെ നരകത്തിൽ കടത്തണമെന്ന് അല്ലാഹു ഓർഡർ കൊടുക്കുന്നു. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനേ, അപ്പോൾ ആലിമീങ്ങളുടെ കർത്തവ്യം ഹക്ക് തുറന്നു പറയുക, സത്യം തുറന്നു പറയുക. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്ന് നോക്കുന്ന ആ സ്വഭാവം ആലിമീങ്ങൾക്ക് പറ്റൂല. താജുൽ ഉലമയുടെ കറാമത്ത് അതാണ്. ഹയാത്ത് കാലത്ത് കറാമത്തുണ്ട്, വഫാത്തിന്റെ ശേഷവും കറാമത്തുണ്ട്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കും ആകാശത്തിൽ കൂടെ പറക്കലാണ്, വെള്ളത്തിൽ കൂടെ നടക്കലാണ്, മരിച്ചവരെ ഹയാത്താക്കലാണ്. അതൊക്കെ കറാമത്ത് തന്നെ. പക്ഷേ അതിനേക്കാൾ വലിയ കറാമത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ തന്റെ ഹക്കമിൽ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കറാമത്ത് അവന്റെ ഇൽമും, ആ ഇൽമിനെ അതിൻ്റെതായ സ്ഥാനത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കലും, ഉറച്ചു ദീനിനെ മുറുകെ പിടിച്ച് അതിൻ്റെ ഫലം ജനങ്ങൾക്ക് ലഭിക്കുക, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. താജുൽ ഉലമയുടെ കറാമത്ത് അതാണ്. 60 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു മുതലാളിക്കും ഒരു പണക്കാരനും അടിയറ വെച്ച് കൊടുത്തിട്ടില്ല, ഒരു വിദ്യാർത്ഥിക്കാരന് അടിയറ വെച്ച് കൊടുത്തിട്ടില്ല, ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല.
മജീദാജി നേരത്തെ സംസാരിച്ചല്ലോ. കർണാടക സ്റ്റേറ്റ്, കർണാടകത്തിലെ മംഗലാപുരം ഭാഗത്തുള്ള വഖഫ് ബോർഡിൻ്റെ ചെയർമാനാണ്. മലയാളത്തിലും കന്നഡയിലും എല്ലാം കൂടിയായിട്ട് നേരത്തെ സംസാരിച്ചല്ലോ. അത്രേ മലയാളം അദ്ദേഹത്തിന് അറിയുള്ളൂ. എന്നാലും നല്ല വാക്കുകൾ പറഞ്ഞു. അൽഹംദുലില്ലാ. അവർക്കൊക്കെ അറിയാം. അവരൊക്കെ വരുന്നതിൻ്റെ മുമ്പും മംഗലാപുരത്തും കർണാടകത്തിലൊക്കെ ഉള്ള വലിയ വലിയ പണക്കാരും എല്ലാം തങ്ങളുടെ അടുക്കൽ വന്ന് വളരെ വിനയത്തോടു കൂടിയിരിക്കും. അവർ സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരോടൊക്കെ സ്നേഹത്തിൽ സംസാരിക്കും, അവരോടൊക്കെ ആദരവിൽ സംസാരിക്കും. അല്ലാത്തവനാണെങ്കിൽ തങ്ങളെ പറ്റിക്കാൻ വന്നവനാണെങ്കിലോ അവനോട് പോന്ന് പറയും. എന്തെല്ലാം കറാമത്തുകൾ! അതാണ് കറാമത്ത്. മറ്റൊരുപാട് കറാമത്തുണ്ട്, അതൊന്നും ഇവിടെ പറയേണ്ടിയില്ല. മറ്റെന്തല്ലോ കറാമത്ത്. സാധാരണ തങ്ങള് ദലായിൽ ഖൈറാത്ത് ചെല്ലുന്ന ആളാണ്. ദലായിൽ ഖൈറാത്ത് ചെല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല. ദലായിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അൽക്കഹ്ഫും സലാത്തും എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കാണുന്നില്ലേ? അൽക്കഹ്ഫിൻ്റെ കൂടെ അടിച്ചു വെച്ചത് അത് വെള്ളിയാഴ്ച ഒരു ദിവസത്തേക്കുള്ള സ്വലാത്ത്. അങ്ങനെ ആഴ്ചയിലുള്ള 7 ദിവസവും സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാനുൽ ജസൂലി തങ്ങളവറുകൾ ഒരുമിച്ച് കൂട്ടിയ ഒരു സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. ആ സ്വലാത്ത് തങ്ങൾ എല്ലാ ദിവസവും ചെല്ലും, ഒറ്റ ദിവസവും ഒഴിവാക്കൂല. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സിഹ്ർ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വിവരദോഷി മനസ്സിലാക്കി തങ്ങൾക്ക് നല്ല ഒരു ദലായിലുൽ ഖൈറാത്ത് വളരെ ഭംഗിയായി അറബ് നാട്ടിൽ നിന്ന് അടിച്ചൊരു കിതാബ് അത് കൊണ്ടുപോയി കൊടുത്താൽ തങ്ങൾ അതിലോതും എന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഈ സ്വലാത്ത് കൊണ്ടുപോയി കൊടുത്തു. നിങ്ങളിങ്ങനെ മറച്ചു നോക്കി, ദലായിൽ ഖൈറാത്തല്ലേ, അത് പിന്നെ റദ്ദ് ചെയ്യൂല, അത് വേഗം വാങ്ങി അവിടെ വെച്ചു. അങ്ങനെ പിറ്റേന്ന് അതാ ഇവിടെ ഉണ്ട് തങ്ങളെ ഖാദിം കരീമിനോട് ചോദിച്ചു, എന്നോട് വിളിച്ചിട്ട് ഈ സലാത്ത് കിതാബ് എടുത്തിട്ട് നോക്ക്, ഇതിലെന്താ, എവിടെ അടിച്ചതാ, എന്താ പ്രത്യേകത ഉള്ളത് എന്നൊന്ന് വെളിച്ചത്തോണ്ട് പോയി നോക്കുന്നു. നോക്കുമ്പോൾ ആ സലാത്ത് കിതാബിന്റെ ഒരു ചട്ട ഇങ്ങനെ കത്തികൊണ്ട് കീറി പൊളിച്ചെടുത്തിട്ട്, കട്ടിയുള്ള ചട്ട പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് രോഗം വരാനുള്ള സിഹ്ർ എഴുതിയൊരു തകിട് അതിൽ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ മേലെ ഈ ശീലയിൽ കള്ളാത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നോക്കുമ്പോ പൊളിച്ചു നോക്കുമ്പോ ഇതാണ്. എവിടെ? അങ്ങക്ക് അങ്ങനെയൊന്നും പറ്റൂല. എന്നാലും ചിലപ്പോ സിഹ്ർ ചെയ്താല് ചെറിയ ഇതൊക്കെ വരുമല്ലോ. അത് അല്ലാഹു തആല അങ്ങ് അറിയിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ കരീമിന്റെ അടുത്ത് കൊടുത്തിട്ട് ആവശ്യം എന്താ? കരീമൻ സലാത്തിത്താവലിന്റെ അതിന്റെ പ്രത്യേകത അറിയില്ലല്ലോ. ഈ ചട്ടന്റെ പ്രത്യേകത കരീമിന് അറിയും. കരീം പോയോ? മുന്നേ ചട്ടന്റെ പവറല്ല, അതിനുള്ളിൽ വേറുള്ള കാര്യമൊന്നും ഒരറിയില്ലല്ലോ. അവന്റെ അടുത്ത് കൊടുത്തിരുന്നില്ല. നോക്കുമ്പോ അത് റെഡിക്ക് ഇങ്ങനെ കീറിയിട്ട് അത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. മെല്ലെ ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോ ഈ തകിട. അങ്ങനത്തെ എത്രയോ കറാമത്തുണ്ട്, അതൊക്കെ ഇപ്പൊ പറയേണ്ടതില്ല. ഞാൻ പറയുന്ന കറാമത്ത്, വലിയ കറാമത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഇവിടെ നിലനിർത്താൻ വേണ്ടി അങ്ങേയറ്റം അധ്വാനിക്കുകയും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിന്റെ മനസ്ഥൈര്യം പകർന്നു തരാൻ വേണ്ടി അങ്ങേയറ്റത്തെ ഹിമ്മത്ത് കാണിക്കുകയും ഏറ്റവും വലിയ ഹിമ്മത്തോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ള ആ കറാമത്തിനേക്കാൾ വലിയ കറാമത്ത് വേറെ ഒന്നുമില്ല.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ഒരുപാട് ദർജനെ ഏറ്റിക്കൊടുത്തു. ഇന്ന് തന്നെ ഇന്നലെയും ഇന്നും മെനയാതുമായി ഇവിടെ വന്നത് മാത്രമല്ല, ലോകത്ത് എല്ലായിടങ്ങളിലും താജുൽ ഉലമയുടെ ഉറൂസ് നടക്കുന്നുണ്ട്, ഖത്തം ഓതിയിട്ട് ദ്വാരക്കുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ടിയുള്ള ദർജക്ക് വേണ്ടി ആളുകളെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, അതല്ലേ മനുഷ്യന്റെ ലക്ഷ്യം. അല്ലാഹുമ്മ സിദ് ലഹു ശറഫൻ അലാ ശറഫിഹി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുആ, ബഹുമാനപ്പെട്ട തങ്ങളുടെ ശറഫ് മർത്തബ ഇനിയും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഈ ദുആയാണ് അത് ലോകത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അവിടുത്തെ ഹിമ്മത്ത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചടങ്ങി എഴുന്നേറ്റു. സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് വളരെ സജീവമായി. കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട്ട് മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ ഒരു നബിദിന സമ്മേളനം ഉണ്ടായിരുന്നു. എത്രയാ നബിദിന സമ്മേളനം, എത്രയാ ജനങ്ങൾ സമ്മതിച്ചത്. പത്രക്കാരുടെ അഭിപ്രായം അനുസരിച്ച് തന്നെ 5 ലക്ഷം പേർ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ജനങ്ങളെ ഈ മൗലിദ് യോഗത്തിലേക്ക് ആകർഷിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആ അതിഗംഭീരമായ ഹിമ്മത്ത്, മനക്കരുത്ത് അതിവിടെ നിലനിന്നുകൊണ്ടും അതിനെ സാധുക്കളായ ഞങ്ങൾ പിൻപറ്റിയത് കൊണ്ടുമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങളോട് പ്രിയമുള്ള എല്ലാവരും അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അതിവിടെ മുറുകെ പിടിക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുക. നബി തങ്ങളെ പ്രിയം വെക്കുന്നതിൽ പെട്ടതാണ് അവിടുത്തെ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കൽ. കേട്ടോ, അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കൽ നബി തങ്ങളെ പ്രിയം വെക്കുന്നതിൽ പെട്ടതാണ്. അഹ്ലു ബൈത്തിനെ വളരെയധികം ബഹുമാനിക്കണം, ആദരിക്കണം. അത് നബി തങ്ങളെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാത്തത് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ 1-2 കക്ഷികൾ ഒഴിച്ച് ഈ ലോകത്തുള്ള ജീവികൾ മുഴുവനും പ്രിയം വെക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ഉഹുദ് മല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഉഹുദ് മലയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ അങ്ങനെ ആഹ്ലാദം കൊണ്ട് ഇളകി കുലുങ്ങുകയാണ്. ആ സമയത്ത് പറഞ്ഞു, ഉസ്കുത്ത് ഉഹുദു, ഉഹുദേ അടങ്ങണം. ഫഇന്ന അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്നിൽ ആരാണുള്ളതെന്ന് നീ അറിയില്ലേ? നബിയായ ഞാനും സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളും അതുപോലെ ഷഹീദാനി സയ്യിദനാ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ പിന്നീട് ഷഹീദായി മരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നു. ഇവരെല്ലാം നിൽക്കുകയാണ്. അതുകൊണ്ട് അടങ്ങണം. ജബൽ ഉഹദ് അടങ്ങി. ഉടനെ തന്നെ റസൂലുള്ളാഹി പറയുന്നു, ജബൽ ഉഹദിൻ നമ്മൾ പ്രിയം വെക്കുന്നു, നമ്മളെ ഉഹദ് മലയും പ്രിയം വെക്കുന്നു. നമ്മളെ ഉഹദ് മല പ്രിയം വെക്കുന്നു, ഉഹദ് മലയെ നമ്മളും പ്രിയം വെക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ പ്രിയം വെക്കാത്ത ഒരു സാധനമില്ല ഇവിടെ. 6 സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കുന്നതിന്റെ മുമ്പ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടക്കുകയും ആ 6 സൗറിന്റെ എല്ലാ ഓട്ടകളും അടച്ചു. 2 ഓട്ട മാത്രം ബാക്കിയുണ്ടായ സമയത്ത് നബി തങ്ങളോട് കടക്കാൻ പറഞ്ഞു. കടന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ 2 ഓട്ട 2 കാലിന്റെ തള്ളവിരൽ കൊണ്ട് അടച്ചു വെച്ചിട്ട് ഇരിക്കുന്നു. ആ സമയത്ത് പാമ്പ് വന്ന് കൊത്തിയ കഥ നിങ്ങളൊക്കെ കേട്ടതല്ലേ? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പാമ്പ് കൊത്തി. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിച്ചുകൊണ്ട്
ആദരിച്ചുകൊണ്ട് കാല് അനക്കിയില്ല. അങ്ങനെ വിഷം കയറി 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 ഒടുവിലെത്താനായപ്പോൾ കണ്ണിലൊന്ന് കണ്ണുനീര് തുള്ളി വീണു. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ വീണ സമയത്ത് ഞെട്ടി ഉണർന്ന് എന്താണ് സംഭവിച്ചത് അബൂബക്കർ എന്ന് ചോദിക്കുമ്പോൾ സംഭവം പറഞ്ഞു. ഉടനെ തന്നെ അവിടുത്തെ വായിൽ നിന്നൊരൽപ്പം ഉമിനീരെടുത്ത് ആ കാലിൽ പുരട്ടുകയും കാല് സുഖപ്പെട്ട് വിഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ പറയുന്ന വിഷയം അതല്ല. അങ്ങനെ ആ കാലിങ് എടുത്തിട്ട് റസൂലുള്ള പുറത്ത് കിടന്നതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് പുറത്തേക്കെടുത്ത സമയത്ത് വലിയ ഒരു പാമ്പ് വന്നിട്ട് നല്ല സ്ഫുടമായ ഭാഷയിൽ, അതാ അറബി ഭാഷയിൽ സംസാരിക്കുന്നു. ഓ അബൂബക്കർ, നീ എന്താണ് എന്നെ ചെയ്തത്? ഇന്നി കുന്തു മുസ്താഖൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു സമനിൻ തവീൽ ലിഅൻ അബുസ്സ ബദനഹു. റസൂലുള്ളാഹിന്റെ ശരീരം ഒന്ന് തൊടാൻ വേണ്ടി ഞാൻ വളരെ കൊല്ലമായി കാത്തിരിക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. എന്നിട്ട് നിങ്ങൾ എന്നെ തടഞ്ഞില്ലേ? അത് നിങ്ങളെ കാലിൽ കൊത്തിയിട്ടുള്ളത് എന്ന് പാമ്പ് വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയും. ഇന്നി കുന്തു മുസ്താഖൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു സമനിൻ തവീൽ. അത്രയും അധികം പാമ്പും തേളും ജിന്നും എല്ലാ സാധനങ്ങളും റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നു. ശൈത്താൻ റസൂലുള്ളാഹിനെ ഫിത്നയാക്കാൻ വന്നാൽ ശൈത്താൻ പരാജയപ്പെട്ടും പോകുന്നു. അത് നടക്കുകയില്ല. ഇഫ്രീത്ത് എന്ന് പറയുന്ന ഒരു ശൈത്താൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയും, ആ ശൈത്താനെ എനിക്ക് വഴിപ്പെടുത്തി തന്നു. എന്ന ശൈത്താനെ പിടിച്ച് മദീനത്തെ പള്ളിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഞാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഓർത്തിട്ട് വിട്ടുകളഞ്ഞു. സുലൈമാൻ നബിയാണ് ജിന്നിനെയും ശൈത്താനെയും ഒക്കെ കൂടുതൽ ഭരിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പിടിക്കില്ല ചുട്ട് വിട്ടയച്ചു കൊടുത്തു. അങ്ങനെ ഒരു ശൈത്താനും അള്ളാഹുവിന്റെ ഹബീബിനെ വഴിവേപ്പിക്കാൻ സാധിക്കുകയില്ല. ഒന്നും അടുക്കാൻ കഴിയില്ല. മറ്റ് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നു. ആ പ്രിയത്തിലും സഹോദരന്മാരെ ഞാനും നിങ്ങളും പ്രിയം വെക്കണം. അതിനു വേണ്ടി റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ നമ്മൾ പറഞ്ഞല്ലോ ദലായിൽ ഖൈറാത്ത് ചെല്ലാറുണ്ട്. അതുപോലെ നിങ്ങളും ദലായിൽ ഖൈറാത്ത് കഴിയുമെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് സ്വലാത്തുകൾ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയും. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് 10 ഏറ്റവും ചുരുങ്ങിയത് 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ദിവസം ചെല്ലണം. എത്രയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് അത്രയും വർദ്ധിപ്പിക്കാം. എത്രയും വർദ്ധിപ്പിക്കാം. സ്വലാത്ത് ചൊല്ലിയാൽ അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. അഥവാ മനുഷ്യ സഹജമായി വല്ല ദോഷങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതാ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും റസൂലുള്ളാഹിന്റെ മേൽ എല്ലാ ദിവസവും സ്വലാത്തിന് കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഇവിടെ നിർമ്മിക്കുന്ന സ്ഥാപനത്തിന് നിങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.
ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവർക്ക് ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ആണ്ട് നേർച്ചയും സഅദിയ ജാമിയ സഅദിയയുടെ വാർഷിക സമ്മേളനവും ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ നടക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഔദ്യോഗികമായി ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും വരണം, സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. റഹ്മുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാരായ സയ്യിദന്മാർ, അവരുടെ പേര് പറയുന്നില്ല, ധാരാളം ആളുകളുണ്ട്. അവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്തിലാക്കണം റഹ്മാനെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കി തരണം അല്ലാഹ്. സർവ്വ രോഗികളെയും നീ ശിഫ കൊടുത്ത് സഹായിക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങി രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനം അടങ്ങിപ്പോകുന്ന ഒരു രോഗവും നൽകല്ലേ അല്ലാഹ്. റഹ്മുർ-റഹീമേ താജുൽ ഉലമക്ക് ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ മക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും നീ നല്ല ശറഫും ദർജയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരാണ് ഞങ്ങൾക്ക് തണലായി ഉള്ളത്. അതുകൊണ്ട് താജുൽ ഉലമയുടെ മക്കളും അവിടുത്തെ കുടുംബങ്ങളും അവർക്കെല്ലാവർക്കും വലിയ വലിയ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ശറഫിനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സയ്യിദന്മാർക്കും വലിയ ദർജന കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഇന്ന് മാത്രമല്ല, ഈ ഉറൂസിന്റെ തുടക്കം മുതൽ ഇവിടെ വന്നുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. തഖ്വന വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അഅദാഇന്റെ ശർറിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അഅദാഇന്റെ കണിവലകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഈമാനും തഖ്വയും തന്ന് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ ഹൗളുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറച്ച് ആളുകൾ നമ്മുടെ സംഭാവനയായിട്ട് 25,000 10,000 ഒക്കെ തന്നാൽ എനിക്കല്ല സന്തോഷമായി. അതെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അമ്മ ചായ പിടിക്കാറ്റൊന്നല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗം തുടങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടി നേരം ഇരിക്കണം. അല്ല, പൊയിലൂർ മൂസഹാജി 25,000 റുപ്യ. പടച്ചോനെ എല്ലാ സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് സംഭാവന ചെയ്യുന്ന ആളാണ്. പേരോട് ഇതിനും കൊടുക്കും, എനിക്കും കൊടുക്കും, ചെല്ലുന്ന പെരുവാർക്ക് മുഴുവനും കൊടുക്കുന്ന ആളാണ്. ഉള്ളതിനനുസരിച്ച് പടച്ചോനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അമ്മയും പറയും മക്കളെ, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്.
റഹ്മത്തും ബർക്കത്തും അവർക്കും കുടുംബത്തിനും ഐശ്വര്യവും ബർക്കത്തും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞാനുണ്ടെങ്കിൽ ആര് വലിയൊരു അബൂബക്കർ ഹാജി 10,000 രൂപ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹ് പൂർത്തിയാക്കി കൊടുക്കട്ടെ.